നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം VS മുരാരിത്തന്ത്രി. ആരാണ് ഈ ബ്രാഹ്മണൻ? ബ്രാഹ്മണന് എന്തൊക്കെ ഗുണഗണങ്ങളാണ് ഉള്ളത്? ജന്മം കൊണ്ടാണോ ഒരാൾ ബ്രാഹ്മണനാവുന്നത്, അതോ കർമ്മത്തിലാണോ? ആചാര്യന്മാർ ഇപ്രകാരം ആണ് പറഞ്ഞിരിക്കുന്നത്: ബ്രഹ്മജ്ഞാനി ഇതു ബ്രാഹ്മണ, ബ്രഹ്മ വേദ ബ്രഹ്മൈവ ഭവതി, പരബ്രഹ്മണി നിഷ്ഠത്വാൽ ബ്രാഹ്മണ. ഇങ്ങനെയാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പലരുടെയും കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചു. അയാൾ ബ്രാഹ്മണനല്ല, അയാൾ മറ്റേതോ ജാതിയാണ് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പം ഈ ജാതിയിൽ പലർക്കും ചിന്താഗതികൾ പലതരത്തിലാണ്. അവനവൻ്റെ തൊഴിലിന് അധിഷ്ഠിതമായിട്ടാണ് ഇവിടെ ജാതി തിരിക്കപ്പെട്ടത്. ഞാൻ ഒരു ഈഴവനാണ്. ഞാൻ എവിടെയും സധൈര്യം പറയുന്ന ഒരു കാര്യമാണ്, 9 ഗുണഗണങ്ങൾ ഒത്തുവരുമ്പോഴാണ് ഒരാൾ ബ്രാഹ്മണനായി മാറുന്നത്. നമ്മൾ ആദ്യം അത് മനസ്സിലാക്കുക. ജന്മം കൊണ്ട് ഒരു വ്യക്തികളും ഇവിടെ ബ്രാഹ്മണനായി മാറുന്നില്ല. അവനവൻ്റെ കർമ്മപദത്തിലാണ് അയാൾ ബ്രാഹ്മണനായി മാറുന്നത്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ പൂർവ്വകാലത്ത് നിലവന്നിരുന്നു. അത് ജാതിയുടെ അടിസ്ഥാനത്തിലല്ല, അവരവരുടെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു ജാതി വ്യവസ്ഥിതി ഉണ്ടായത്. ആദ്യം അത് മനസ്സിലാക്കുക. പിന്നെ ചില വിദ്വാൻമാർ പറഞ്ഞു, ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ട്. ശരിയാണ്, ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ട്. ഞാൻ എവിടെയും സധൈര്യം പറയുന്ന ഒരു കാര്യമാണ്. ഏത് സദസ്സിൽ എന്നെ ക്ഷണിക്കപ്പെട്ടാലും ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ്. ചിലർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടെന്നാൽ പണ്ടത്തെ കൂട്ട് ഓട്ടോറിക്ഷ ഓടിച്ച് മുക്കിൽ ഞാനിങ്ങനെ ആൾക്കാർ വരുന്നത് നോക്കി ഇരുന്നിരുന്നുവെങ്കിൽ ഇന്നും എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. എൻ്റെ വളർച്ചയിൽ അല്ലെങ്കിൽ എന്നെ കാണാൻ വരുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ ഒക്കെയാണ് അവർക്കുള്ള അസൂയകൾ മൊത്തവും. അസൂയ നല്ലതാണ്, നമുക്കും വളരാൻ അതിനോടൊപ്പം ശ്രമിക്കുക. എനിക്ക് ശത്രുക്കളുണ്ട്, അല്ലെങ്കിൽ അയാൾ എൻ്റെ ശത്രുവാണ് എന്ന് തീരുമാനിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഓരോരുത്തരുടെയും വളർച്ചയിൽ നമ്മൾ അഭിമാനപ്പെടുക, അതാണ് വേണ്ടുന്നത്. നമ്മുടെ ഈ അടുത്ത കാലത്ത് തന്നെ കൊട്ടാരക്കര താലൂക്കിൽ വളരെ ഏറെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു മുതലാളി ഉടലെടുത്തു. അദ്ദേഹം കുറേയേറെ സിനിമകളെടുത്തു. ക്ഷേത്രങ്ങളിലും മറ്റ് സാമുദായിക കാര്യങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ അയാളാൽ കഴിയുന്ന വിധം അയാൾ ചെയ്തു. അപ്പോൾ അയാൾക്ക് ശത്രുക്കളേറെ ഉണ്ടായി. പലതരത്തിലുള്ള കിംവദന്തികൾ, പലതരത്തിലുള്ള പരാതികൾ, പലതരത്തിലുള്ള മോശ പ്രചരണങ്ങൾ ഒക്കെ ഉണ്ടായി. സ്വാഭാവികമായിട്ട് ആ വ്യക്തിയെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടായത്. പിന്നെ പലരും ഇവിടെ പരാമർശിച്ചു, ഞാൻ മാപ്പിളപ്പാട്ട് പാടുന്നു. ഞാൻ കുട്ടിക്കാലം മുതൽ, അതായത് ഇവിടെ ശ്രീ വിദ്യാധിരാജ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ മാപ്പിളപ്പാട്ട് പഠിച്ച് വളർന്നു വന്ന് യുവജനോത്സവങ്ങളിലൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. ദഫ്മുട്ട്, അറബനമുട്ട്, പരിചമുട്ട് ഇങ്ങനെയുള്ള കലാരൂപങ്ങളിൽ സ്റ്റേറ്റ് തലത്തിൽ വരെ പോയി ഫസ്റ്റ് A ഗ്രേഡ് മേടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ, എൻ്റെ ടീം. അപ്പം നിങ്ങൾക്ക് അറബനമുട്ട് എന്താണെന്ന് ഈ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അറിയത്തില്ല, ദഫ്മുട്ട് എന്താണെന്ന് കേൾക്കുന്നവർക്ക് അറിയത്തില്ല, പരിചമുട്ട് എന്താണെന്ന് കേൾക്കുന്നവർക്ക് അറിയത്തില്ല. അപ്പോൾ അറിയാത്ത ഒരാൾ അറിയാത്ത വിഷയത്തെപ്പറ്റി കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ഒരാൾ നന്നായി കിടക്കുമ്പോൾ അയാളോടൊപ്പം അയാളുടെ ചുറ്റും നിൽക്കുന്ന പല വ്യക്തികൾക്കും ഉയർച്ചയുണ്ടാവും. ഒരാൾ നശിക്കുമ്പോൾ അയാൾ മറ്റൊരാൾക്ക് ബാധ്യതയായി മാറും. ഇതാദ്യം ചിന്തിക്കുക. ഒരാൾ ഒരിടത്തിരുന്ന് പറയുക, അയാൾ ബ്രാഹ്മണനല്ല, ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ ബ്രാഹ്മണനല്ല എന്ന് എല്ലാവർക്കും അറിയാം, ഞാനൊരു ഈഴവനാണ്, സധൈര്യം എനിക്ക് പറയാം. ഇന്ന് കേരളത്തിൽ പൂജാതി കർമ്മങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അധകൃത സമുദായത്തിൽപ്പെട്ടവരാണ്. ഈഴവൻ മുതൽ താഴോട്ട് എല്ലാ സമുദായത്തിൽപ്പെട്ടവരും ഇന്ന് കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ വ്യക്തികൾക്ക് ഒരു മറുപടിയായിട്ടാണ് ഞാനിത് പറയുന്നത്.
ഞാൻ ഇന്നും ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നുവെങ്കിൽ ഈ പറഞ്ഞവരൊക്കെ വളരെ സന്തോഷവാന്മാരായിരുന്നേനെ. ഞാൻ എൻ്റെ അധ്വാനത്തിൽ അല്ലെങ്കിൽ എന്നെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ, അയാളുടെ കാര്യം നടക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന സന്തോഷം ചിലപ്പോൾ പലതരത്തിൽ അയാൾ ഗിഫ്റ്റുകളായിട്ടോ ധനമായിട്ടോ ഒക്കെ എനിക്ക് തരാറുണ്ട്. അത് എൻ്റെ കഴിവിൻ്റെ പുറത്ത് മാത്രം എനിക്ക് ലഭിക്കുന്നതാണ്. ഒരിക്കലും എന്നിലൊരു കഴിവ് ഇല്ല എങ്കിൽ എന്നെ തേടി ഇത്രയും ആൾക്കാർ ഒരു ദിവസം വരത്തില്ല. നമ്മുടെ നാട്ടിൽ തന്നെ പലരും നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. എന്നെ കാണാൻ വരുന്ന പലരുടെ അടുത്തും അവരെ വിളിച്ചു നിർത്തി വളരെ മോശമായ പരാമർശങ്ങൾ പറയുന്ന വ്യക്തികളുണ്ട്. അവരിതൊക്കെ കേട്ടിട്ട് എൻ്റെ അടുത്ത് തന്നെ വന്ന് പറയാറുമുണ്ട്. ഇന്നലെ തന്നെ ഉണ്ടായൊരു സംഭവം, അതായത് ഇന്നലെ 24 അല്ലേ, ഈ ദിവസം ഉണ്ടായൊരു സംഭവം. 2 സ്ത്രീജനങ്ങൾ അവർ തൃശ്ശൂരിൽ നിന്ന് എന്നെ കാണാൻ വന്നതാണ്, വളരെ ബുദ്ധിമുട്ടി. അപ്പോൾ ഇവിടെ മനക്കരക്കാവ് ജംഗ്ഷനിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 2-3 മാന്യന്മാർ അവരുടെ അടുത്ത് വളരെ മോശമായി പരാമർശിച്ചു. പക്ഷേ ഈ പറഞ്ഞ മണ്ടന്മാർക്ക് അറിയത്തില്ല എൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ക്യാമറ ഇരിപ്പുണ്ടെന്ന്. ഈ പരാമർശിക്കുന്നതിന് 4 ദിവസം മുമ്പ് പുള്ളിയുടെ മകളുടെ കൊച്ച് ആശുപത്രിയിൽ കിടക്കുകയെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് വന്ന് 2000 രൂപ മേടിച്ചുകൊണ്ട് പോയ ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞത്. അപ്പം അയാൾക്ക് ആ പൈസ കിട്ടിയപ്പോൾ വളരെ സന്തോഷമായിരുന്നു, ദീർഘായുസൊക്കെ നേർന്നിട്ടാണ് പോയത്. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അയാൾക്ക് ശത്രുവായി മാറി. എങ്ങനെ? എനിക്കറിയത്തില്ല. അപ്പം ഇതാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ. നിങ്ങളുടെ വളർച്ചയിൽ മറ്റൊരാൾ അസൂയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരുക തന്നെ ചെയ്യും. കൊട്ടാരക്കര സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഓടിച്ചു കൊണ്ടിരുന്ന ഞാൻ ഇവിടം വരെ എത്തണമെങ്കിൽ എൻ്റെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ പുറത്താണ്. അല്ലാതെ നമ്മുടെ നാട്ടിലുള്ളതോ മറ്റുള്ളവരെ ഒരു വ്യക്തികളെയോ കളിപ്പിക്കുകയോ അവരുടെ കയ്യിൽ നിന്ന് ധനം അധികം വാങ്ങിയോ അല്ല ഞാൻ ഇവിടം വരെ എത്തി. എന്നെ കാണാൻ വരുന്ന ഓരോ വ്യക്തികളും അവരുടെ കാര്യം സാധിച്ചതിന് ശേഷം മാത്രമാണ് എനിക്ക് എന്തെങ്കിലും തരാറുള്ളത്, അല്ലെങ്കിൽ ഞാൻ വാങ്ങാറുള്ളത്. ആദ്യം അത് മനസ്സിലാക്കുക. ഒരുവൻ്റെ വളർച്ചയിൽ അസൂയാലും ആവാതെ സ്വയം വളരാൻ ഒന്ന് ശ്രമിക്കുക. കമൻറ്റിട്ട ആൾക്കാരെയെല്ലാം ഞാൻ വളരെ വ്യക്തമായി കണ്ടു. ഓരോ വീഡിയോയിലും എൻ്റെ അടുത്ത് വന്ന് പല കാര്യങ്ങൾക്കും എന്നെ ആശ്രയിച്ച് ധനം വാങ്ങിപ്പോയ പല മഹാന്മാരും, അതുപോലെ മറ്റ് പിരിവുകൾക്ക്, രാഷ്ട്രീയ സംബന്ധമായ കാര്യങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അവരാവശ്യപ്പെടുന്ന ധനം കൊടുക്കാതെ വരുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു പക അത് അവർ പ്രകടിപ്പിച്ചു. ഇവിടെ മൈലംകുളത്തുള്ള ഹരി എന്ന് പറയുന്ന ഒരു മാന്യൻ ഇട്ടേക്കുന്ന കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടു. അയാൾ BJP പ്രവർത്തകനാണ്. പല കാര്യത്തിനും പല സ്ഥലങ്ങളിലും വെച്ച് എന്നെ കാണാൻ വന്നിട്ടുള്ള ഒരാളാണ്. അയാൾ വളരെ മോശമായി കുറേ കമൻറ്റുകൾ ഇട്ടേക്കുന്നത് കണ്ടു. എന്നിൽ നിന്നുണ്ടായ ആ അകൽച്ചയാണ് അയാളെ കൊണ്ട് ഇത് ചെയ്യാൻ പ്രേരിതനാക്കിയത്. അതുപോലെ പല വ്യക്തികളും, പേരെടുത്ത് പറയേണ്ട പല വ്യക്തികളും, അല്ലാതെ എന്നെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഞാനുമായി സഹകരിച്ചിട്ടുള്ള ഒരു വ്യക്തികളല്ല ഈ കമൻറ്റുകൾ ഇട്ടേക്കുന്നത്. ആദ്യം അത് മനസ്സിലാക്കുക. ജാതിയും മതവും വിളിച്ചു പറയുമ്പോൾ സധൈര്യം നമ്മൾ പ്രതികരിക്കും. എന്തുകൊണ്ട്? ഞാൻ നല്ലൊരു കുലത്തിൽ പിറന്ന ആളാണ്, ഈഴവനാണ്. ഞാൻ ബ്രാഹ്മണനാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനത്തിൻ്റെ പരമോന്നത പീഠത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ എങ്ങും അവകാശപ്പെട്ടിട്ടില്ല. ആദ്യം അത് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.